Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Okay, first of all, എല്ലാവർക്കും good afternoon. Then പുതിയതായിട്ട് കാണുന്നതായിരിക്കും ടീച്ചറാണ്. ഓക്കെ, അപ്പൊ ഞാൻ പുതുതായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാനായിട്ട് ഞാനും കൂടി ഉണ്ടാകും. Then ആദ്യം ഞാൻ എന്നോട് പരിചയപ്പെടുത്താം. മിസ്റ്റർ എന്റെ പേര് ട്രീസ. Then ബോണി നമ്മുടെ ക്ലാസ്സിൽ ഞാനും കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓരോരുത്തരായിട്ടൊക്കെ പരിചയപ്പെടാം കേട്ടോ. നമുക്ക് പതിയെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. കാരണം നമ്മുടെ ക്ലാസ് പോർഷൻസ് ഒക്കെ നീങ്ങണമല്ലോ. സോ ക്ലാസ് എല്ലാ ടീച്ചേഴ്സിന്റെ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അറിയാം. സോ അപ്പൊ പുതുതായിട്ട് ഞാനും കൂടി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ ഇതിലേക്ക് വരികയാണ്. then നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പതിയെ എല്ലാവരുടെയും പേരൊക്കെ ടീച്ചർ പഠിക്കാം. സോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. പുതിയതായിട്ടുള്ള ചാപ്റ്റർ ആണ് ടീച്ചർ എടുക്കുന്നത്. സോ നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നോർമലി വരുന്നത് പോലെ ഡെയിലി മോക്ക് ടെസ്റ്റ് അങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഒപ്പം തന്നെ നിങ്ങൾ വായിച്ചു പോകാം. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന ഭാഗങ്ങള് ഞാൻ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ടൈമിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. നമുക്ക് നല്ല വളരെ ഫ്രണ്ട്ലി മൈൻഡ് ആയിട്ട് ക്ലാസ് പോകാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ദെൻ പയ്യെ എല്ലാവരെയും പരിചയപ്പെടാം കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ വന്ന് ക്ലാസ് വിചാരിക്കില്ല, നമ്മുടെ പോർഷൻസ് ഒക്കെ നീങ്ങണമല്ലോ. സോ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരുപാട് എന്താ പറയാ, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് പോകാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുമ്പോൾ മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടൈം ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ അത് ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഹോസ്പിറ്റൽ വാർഡ്. ഈ എല്ലാവരും കേട്ടിട്ടില്ലേ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകാറുണ്ട് അല്ലേ? ഹോസ്പിറ്റലിൽ പോകാത്തവരായിട്ട് നമ്മൾ ആരും ഇല്ല. എന്തെങ്കിലും ചെറിയൊരു അസുഖങ്ങളായിട്ടോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആരെങ്കിലും കസിൻസോ ആരെങ്കിലും നമ്മുടെ ഫാമിലി അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ അവരെ കാണാൻ പോകാറുണ്ട് ഹോസ്പിറ്റലിൽ അല്ലേ. അപ്പൊ നമ്മളെപ്പോഴും ഹോസ്പിറ്റൽ വാർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ വാർഡ് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? നോർമലി എല്ലാവരും ഹോസ്പിറ്റൽ വാർഡ് കണ്ടിട്ടുണ്ടാകും ഇല്ലേ? കൂടുതലായിട്ടൊന്നും അറിയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു പേഷ്യന്റിനെ കാണാനെങ്കിലും നമ്മൾ പോയിട്ടുണ്ടാകും വാർഡിൽ അല്ലേ. സോ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു വാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ അവിടെ കാണുന്നത്? ഹോസ്പിറ്റലിൽ നിങ്ങളൊരു പേഷ്യന്റിനെ കാണാൻ ഒരു വാർഡിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. സോ നമ്മൾ പേഷ്യന്റിനെ കാണാൻ പോവുകയാണ് അല്ലേ. സോ ആ വാർഡില് ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ആൻസർ മാത്രം തുടങ്ങി കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് നമ്മള് ബെഡ്സുകൾ ഉണ്ട് ഒത്തിരി. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? നേഴ്സസ് സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ പരമായിട്ട് കോഴ്സ് വേറെ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റൽ ഫീൽഡോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ആരില്ല, എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് പഠിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. എന്തൊക്കെയാണ് നിങ്ങൾ വാർഡിൽ കണ്ടിരിക്കുന്നത്? ബെഡ്സ്. ഓക്കെ, നഴ്സിംഗ് സ്റ്റേഷൻ പറഞ്ഞു. വേറെ എന്തൊക്കെയാണ്? അത്ര മാത്രമേ ഉള്ളൂ വാർഡില്? വേറെ ഒന്നുമില്ല? തെറ്റി പോകുന്നവർക്ക് ആരും പറയാണ്ടിരിക്കണ്ട കേട്ടോ. എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഏറ്റവും വേണ്ടത് കേട്ടോ. വളരെ നല്ല റെസ്പോൺസ് ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോ മനസ്സിലാക്കിയത് കേട്ടോ. എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും. ഓക്കെ, ടോയ്ലറ്റ്സ് ഉണ്ടാവും, ബാത്റൂം അല്ലെ, ടാബ്ലറ്റ്സ് മെഡിസിൻസുകൾ ഉണ്ടാകും. ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകും, ബെഡ്സ് ഉണ്ടാകും അല്ലേ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് എല്ലാ പേഷ്യൻസും ഒരേ ദിവസം അഡ്മിറ്റ് ആയി ഒരേ ദിവസം സെയിം ദിവസം തന്നെ ഡിസ്ചാർജ് ആയി പോയിരുന്നവരാണോ? അങ്ങനെയാണോ? അല്ല അല്ലെ. ഡ്യൂട്ടി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടോ. ഓക്കെ, കുറച്ച് ആൻസേഴ്സ് വരുന്നുള്ളേ. ഒരു ദിവസം അല്ല ഡിസ്ചാർജ് ആയി പോകുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം, നമ്മുടെ അപ്പുറത്തെ ബെഡിൽ വേറൊരാള് സെയിം നമ്മൾ അഡ്മിറ്റ് ആയ ദിവസം തന്നെ അഡ്മിറ്റ് ആയി. പക്ഷെ നമ്മളെ ഡിസ്ചാർജ് ചെയ്തപ്പോഴും ആളെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ഒരേപോലെയാണോ എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതും? ആണോ? അല്ലാതെ നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കാം? ഡിസീസസ് വേറെ, അതൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. ഡിപെൻഡൻസ് ഓൺ ഇൽനെസ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസീസസ്.
പേഷ്യൻസ് ഓക്കെ ആകുന്നത് ഒരുപോലെയല്ല അല്ലേ? ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരേ അസുഖമായിരിക്കില്ല. ചിലപ്പോൾ ചിലവർക്ക് ഇത്തിരി കാഠിന്യം കൂടുതലായിരിക്കും അസുഖത്തിന്റെ അല്ലേ? അപ്പോ ചില പേഷ്യൻസിന് ഡോക്ടർ പറയുന്നത് 5 ദിവസം അഡ്മിറ്റ് ആയി 5 ദിവസത്തെ ഇഞ്ചക്ഷനൊക്കെ ആയിരിക്കാം. ചില പേഷ്യൻസിന് അത് കുറച്ചും കൂടി കഠിനമായിട്ടുള്ളൊരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജസുകളൊക്കെ ഉണ്ടല്ലോ. സോ അപ്പോ എന്താണ്, ചിലപ്പോ ഒരാഴ്ച അഡ്മിറ്റ് ആവണമെന്ന് പറയും അല്ലേ? അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും അസുഖത്തിന്റെ കാഠിന്യം നോക്കിയും പേഷ്യൻസ് ഓക്കെ ആണോ, ഓക്കെ ആകുന്നത് വരെയും. സോ അതിനാൽ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും എപ്പോഴും പേഷ്യൻസിന്റെ ഒരുപോലെയല്ല. സോ പേഷ്യൻസിന്റെ അസുഖത്തിന്റെ അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു വാർഡും കാര്യങ്ങള്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെഫിനിഷനിലേക്ക് പോകാം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് എന്താണ് വാർഡ് എന്നുള്ളൊരു ഡെഫിനിഷനിലൂടെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് പഠിച്ചു പോകാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ക്ലാസ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഉച്ച സമയമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കമൊക്കെ വരും അല്ലെ? അതൊക്കെ സ്വാഭാവികമാണ് അല്ലെ? ഈ ഒരു സമയത്ത് കുട്ടിക്ക് കഴിഞ്ഞ നേരം ഉറക്കം വരുന്ന ടൈമൊക്കെ ഒന്നും എനിക്കറിയാം. എങ്കിലും മാക്സിമം നമ്മൾ ബോറടിക്കാത്ത രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുക. ക്ലാസ് നമുക്ക് മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. നമ്മളുടെ ഓരോ ക്ലാസ്സുകളും ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സാം ടൈമിൽ അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ആ ഓരോ ടീച്ചേഴ്സ് ആ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ വായിക്കാം, ശ്രദ്ധിക്കാം. നിങ്ങൾ എന്റെ ഒപ്പം തന്നെ വായിച്ചു പോയിക്കോളൂ. ഡെഫിനിഷൻ: a ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. നമ്മൾ പറഞ്ഞു അല്ലേ? നിങ്ങൾ പറഞ്ഞു ഒരു വാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാർഡിലേക്ക് ചെല്ലുമ്പോൾ നിരവധിയായിട്ടുള്ള ബെഡ്സുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, പീപ്പിൾ who need similar treatment. ഏകദേശം എല്ലാവർക്കും ഒരേപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് പരിചരണമാണ് ഒരു വാർഡിൽ ലഭിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡെഫിനേഷന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഒന്നുകൂടി വായിക്കാം, അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിലേക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, then നോക്കാം. Stay can be long term or short term depending upon the severity of condition. കണ്ടോ, നമ്മൾ പറഞ്ഞു ഒരേപോലെ എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ചില പേഷ്യൻസിന് ലോങ് ടേം അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് വരും. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഒരു 10 days 7 days ഒരു ലോങ് ടേമിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് വരും. ഓർ ഷോർട്ട് ടേം, ചിലപ്പോൾ ഒരു 3 days ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 days ഒക്കെ അഡ്മിറ്റ് ചെയ്താൽ മതി. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സെവറിറ്റി. പേഷ്യന്റിന്റെ സെവറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കാഠിന്യം, രോഗത്തിന്റെ. നിങ്ങൾ പറഞ്ഞു പേഷ്യൻസ് ഓക്കെ ആകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഇപ്പൊ ചില പേഷ്യൻസിന് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടാകും അസുഖം അല്ലേ? സോ അവരുടെ കണ്ടീഷൻസ്, ആ രോഗത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, രോഗത്തിന്റെ കണ്ടീഷൻസ് അത് നോക്കിയിട്ടാണ് പേഷ്യൻസിനെ ലോങ് ടേമിലാണോ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലാണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഒരു വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനെ എപ്പോഴും ലോങ് ടേം ഉണ്ടാവാം അല്ലെങ്കിൽ ഷോർട്ട് ടേം പേഷ്യൻസുകൾ ഉണ്ടാവാം. ഒരുപോലെ എല്ലാം അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അത് അവരുടെ അസുഖത്തിന്റെ കാഠിന്യത്തിനെ മനസ്സിലാക്കി നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തല്ലോ, പഠിച്ചത് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചെല്ലാവരും ഡെഫിനിഷൻ? ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്, ഓക്കെ ആണ്. എന്റെ നോർമൽ ഒരു സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെയും ടീച്ചിന്റെയും അല്ലെങ്കിൽ സ്ലാങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയുടെ സ്പീഡ് എന്തെങ്കിലും കൂടുകയാണെങ്കിൽ അത് പറയാം, നമുക്ക് പതുക്കെ പോവാം. ഓക്കെ, ഒരുപാട് സ്ലോയിൽ പറഞ്ഞാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില പുറക്കം വരും, ബോറിംഗ് ഒക്കെ വരും. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ക്ലാസ് ഒക്കെ ആയിട്ട് പോകണ്ടേ, എങ്കിലല്ലേ നമുക്ക് ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ ആണ് നമ്മൾ പഠിച്ചു. വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഒരു റൂം ആണ്. ദെൻ അവിടെ എന്താണ്, ഒരുപാട് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഏകദേശം എല്ലാവരും ഒരേ സിമിലർ ട്രീറ്റ്മെന്റ്സിലാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. പേഷ്യൻസിന്റെ രോഗത്തിന്റെ അടിസ്ഥാനത്തിന് അനുമാനിച്ചുകൊണ്ടാണ്
അഡാപ്റ്റേഷൻ ലോങ് ടേം ആണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണോ തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. The purpose of any hospital ward. ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ളൊരു വാർഡ് എന്നുള്ളൊരു ക്രമീകരണം. ഹോസ്പിറ്റലിൽ നമുക്കറിയാം റൂംസ് ഉണ്ട് അല്ലെ, ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് റൂംസിൽ കിടക്കാറുണ്ട് അല്ലെങ്കിൽ വാർഡില്. സോ പർപ്പസ്, ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ ഒരു വാർഡ് എന്നുള്ളൊരു അതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? എന്താ നിങ്ങൾക്ക് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ വാർഡുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ? ഉണ്ടോ? ഒരു ഉദ്ദേശവും ഇല്ല, ചുമ്മാ സെറ്റ് ചെയ്തേക്കണേണ് അവര്. ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്. ഓക്കെ, നമുക്കറിയാലോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ എന്തൊക്കെയാണ്? ടെക്സ്റ്റിൽ നോക്കണ്ട കേട്ടോ, ടെക്സ്റ്റിലേക്ക് ആരും നോക്കി പോയിന്റ് പറയണ്ട, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. അത് തന്നെയായിരിക്കും ടെക്സ്റ്റില്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പീനിയൻ പറയാം കേട്ടോ. കുറെ ആളുകളെ ഒപ്പം ട്രീറ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല ഹോസ്പിറ്റലിൽ വാർഡ് കൊണ്ടുള്ള ഉദ്ദേശങ്ങള്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നമ്മളുടെ ടെക്സ്റ്റിൽ പോയിന്റ്സുകൾ നോക്കാം കേട്ടോ. അപ്പൊ നമുക്കത് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ലെസ് എക്സ്പെൻസീവ് അത് ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ റൂം സെപ്പറേറ്റ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ലല്ലോ. അവറേജ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാകും. സോ എല്ലാവർക്കും ഒരുപോലെ അത് പറ്റില്ല. സോ അതൊരു റീസൺ തന്നെയാണ് അല്ലെ, പർപ്പസ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ടെക്സ്റ്റിലോട്ട് വരാം. The purpose of any hospital ward. ഹോസ്പിറ്റലിലെ വാർഡിനുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം അപ്പൊ നമുക്കിവിടെ പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് ഒരു പോയിന്റ്സ് തന്നിരിക്കുന്നത്. സോ ഈ പോയിന്റ്സ് നിങ്ങൾ അതുപോലെ തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുള്ളിൽ ഉള്ളത് ഫ്രീ ഒരുപാടൊന്നും പഠിക്കേണ്ട, നമുക്ക് ഏറ്റവും മാക്സിമം ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത്. സോ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താ ഡയഗ്നോസിസ് മീനിങ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്താ മലയാളത്തിൽ എന്താ പറയുക? ഡയഗ്നോസിസ് രോഗനിർണയം അല്ലേ. അപ്പൊ ഫസ്റ്റ് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗനിർണയവും ചികിത്സയും അല്ലേ. നമ്മള് വാർഡിൽ കിടന്നുകൊണ്ട് ചിലപ്പോ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്യും. ചിലപ്പോ നമുക്ക് ചെറിയൊരു എന്തെങ്കിലും പനിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചുമയായിട്ടോ ചെല്ലുന്നതായിരിക്കും. അപ്പൊ ചിലപ്പോൾ വിട്ടുമാറാതെ കുറെ ദിവസമായി അല്ലെങ്കിൽ എന്താണ് 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമയൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറയും നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയും. സോ അത് നമ്മൾ അവിടെ അഡ്മിറ്റ് ആയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തു നമ്മൾ എന്താണ് അസുഖം ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ആ രോഗത്തിനെ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് ആ പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് അർത്ഥം മാത്രം ടീച്ചർ പറഞ്ഞോളൂ. ഓക്കെ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം കണ്ടുപിടിക്കുക. നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് എന്തിനാ? ചിലപ്പോൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതായിട്ട് വരും. അപ്പൊ നമ്മളോട് അഡ്മിറ്റ് ആയിക്കൊണ്ട് തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്തു അതിന്റെ റിസൾട്ട് ഒക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടാണ് ഇതാണ് അസുഖം അല്ലെങ്കിൽ ഇത്ര സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്, അതിനുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് ഡോക്ടർ കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പർപ്പസ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ദെൻ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, പോയിന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലാവാത്തവർക്ക് ഉണ്ടാവുമല്ലോ എന്താണ് ആ പോയിന്റ് എന്ന്. അതിനുള്ളിലുള്ള കാര്യങ്ങൾ ടീച്ചർ പറയുന്നത് നോട്ട് ചെയ്യൊന്നും വേണ്ട, കുഴപ്പമില്ല. നമുക്ക് പോയിന്റ് മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലേ. മീൻസ് അസുഖങ്ങളൊന്നും വരാതെ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനെ പഴയ ഒരു രീതിയിലോട്ട് കൊണ്ടുവരിക. ഇതിനുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് നമ്മൾ ഒരു വാർഡിൽ അഡ്മിറ്റ് ആകുമ്പോഴും മറ്റും ഹോസ്പിറ്റലിൽ നമുക്ക് പേഷ്യൻസിന് ഡോക്ടേഴ്സും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളും നമുക്ക് നൽകുന്നത് അല്ലെ. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം തെറ്റായി മാറും. എന്തായിരിക്കും? നമ്മുടെ ബോഡി വീക്ക് ആവും അല്ലെ. നമുക്കൊരു പനി വന്നു, നമ്മൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം, നമ്മൾ ആകെ ടയർഡായി പോകും അല്ലേ. നമ്മുടെ നോർമൽ എന്താ പറയാ നോർമൽ ഹെൽത്ത് ആയിരിക്കില്ല. അവിടെ നമ്മുടെ ഹെൽത്ത് വളരെ അധികം ടയർഡ് ആകും അല്ലേ. സോ നമ്മുടെ ആരോഗ്യത്തെ എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യാനാണ്. പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടും തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പഴയ പോലെ ആക്കുകയാണ്. അസുഖം വരുമ്പോൾ നമ്മൾ മെഡിസിൻ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ നൽകി നമ്മുടെ ആരോഗ്യത്തെ കുറച്ചും കൂടി നമ്മൾ മെച്ചപ്പെടുത്തുന്നു. ഓക്കെ, ഇതാണ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പർപ്പസിൽ പറയുന്നത് ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സ്കൂളിൽ ടീച്ചറും കുട്ടിയും കൂടി ടീച്ചറും അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസും കൂടി പഠിക്കുന്നതാണോ ഇവിടെ ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആയിരിക്കോ? അല്ല അല്ലെ. ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താ മീനിങ്?
പഠിപ്പിക്കുക. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് അല്ലെ. സോ ഇവിടെ ഒരു വാർഡിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ്ങിൽ നമുക്ക് പറയാം സ്റ്റാഫുകൾക്ക് ഒരുപാട് ഇപ്പൊ പേഷ്യൻസിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഡോക്ടേഴ്സ് സ്റ്റാഫുകളെയും ടീച്ച് ചെയ്യും. അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന് എത്ര ടൈമിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നഴ്സുമാർ എന്ത് ചെയ്യും കറക്റ്റ് ടൈമിന് 3 നേരമാണെങ്കിൽ 3 രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആണെങ്കിൽ ഇഞ്ചക്ഷൻ കറക്റ്റ് ടൈമിൽ അവർ എന്ത് ചെയ്യും ഇഞ്ചക്ഷൻ എടുക്കാൻ വരും. അതുപോലെ മെഡിസിൻസ് കൊണ്ടു തരും ഇല്ലേ? അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മൾ തന്നെയാണോ ഇതെല്ലാം? അവർ കറക്റ്റ് ടൈമില് ചിലപ്പോൾ ഒന്ന് BP നോക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ അവർ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ വരും അല്ലേ? നമുക്ക് നല്ലൊരു കെയറിംഗ് അല്ലേ ലഭിക്കുന്നത്? ആണോ? കെയറിംഗ് ലഭിക്കുന്നില്ലേ? ഓക്കെ. ദെൻ അപ്പോ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്റ്റാഫുകൾക്കുള്ള ഒരു ടീച്ചിങ് കൊടുക്കും. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേഷ്യൻസിന് നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ BP ചെക്ക് ചെയ്യണം, ഇഞ്ചക്ഷനിന്റെ ടൈമിൽ എടുക്കണം. ദെൻ അവർക്ക് വേണ്ടുന്ന മെഡിസിൻസ് ഓരോ ടൈമിലും ഇപ്പൊ മോർണിംഗിലാണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും ഇപ്പോഴാണോ കൃത്യസമയത്ത് എന്ത് ചെയ്യാം ഇഞ്ചക്ഷൻസ് കൊടുക്കുക, മെഡിസിൻസ് ഒക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ പേഷ്യൻസിനെയും ടീച്ച് ചെയ്യുക. പേഷ്യൻസിനെ ടീച്ച് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പോ പേഷ്യൻസിനും അതോടൊപ്പം തന്നെ ഇപ്പൊ പേഷ്യൻസിനൊപ്പം അഡ്മിറ്റ് ആകുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവുമല്ലോ ബൈസ്റ്റാൻഡർ. ആൾക്കും ഒന്ന് എങ്ങനെയാണ് മെഡിസിൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മെഡിസിന്റെ ടൈമോ, അല്ലെങ്കിൽ ഇപ്പൊ ചിലവര് തന്നെ കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. തന്നെ അവരോട് നമുക്ക് പറയും ഇന്ന സമയത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, അറിയിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ അവർക്ക് അറിയില്ലല്ലോ. എല്ലാവർക്കും എന്താ പറയാ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മെഡിസിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. സോ അവര് നമ്മുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് സോ നമ്മളുടെ എങ്ങനെയാണ് ഇന്ന ഫുഡുകൾ കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെ നമുക്ക് ഓരോ എന്താ പറയാ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അവർ പഠിപ്പിക്കാം. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആണെങ്കിലും പേഷ്യൻസിനോട് ബൈസ്റ്റാൻഡറിനോട് പറഞ്ഞു കൊടുക്കുക പേഷ്യൻസിന് ഇങ്ങനെയാണ്. സോ ചില ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള നമ്മുടെ ഒരു ഫുഡ് ഡയറ്റ് ചാർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പേഷ്യൻസിന് പഠിപ്പിക്കുക. ഓക്കെ, അതാണ് ഇവിടെ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം, സ്റ്റാഫിനെ അതായത് അവിടെ നമ്മുടെ വാർഡിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യുക ടീച്ച് ചെയ്യാം. മീൻസ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും ടീച്ച് ചെയ്യും. ഇന്ന സമയത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക കൃത്യമായിട്ട്, അതുപോലെ തന്നെ മെഡിസിൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ചെയ്യും. അതോടൊപ്പം തന്നെ പേഷ്യൻസിനെയും ടീച്ച് ചെയ്യുന്നു. പേഷ്യൻസിന്റെ ഒപ്പം നിൽക്കുന്ന ബൈസ്റ്റാൻഡറെയും ടീച്ച് ചെയ്യുന്നു. അവരുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് അവസ്ഥയെന്ന് അല്ലെ. സോ നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ ഫുഡുകൾ കഴിക്കാം. ചിലപ്പോൾ കുറച്ച് നേരം നടക്കാനൊക്കെ പറയും. ചിലപ്പോ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ റെസ്റ്റ് എടുക്കാം, ജസ്റ്റ് ഒന്ന് നടത്തിക്കാൻ പേഷ്യൻസിന് ഇത്ര ടൈം നടത്തിക്കണം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പേഷ്യൻസിനും അല്ലെങ്കിൽ പേഷ്യൻസിനും ഒപ്പം നിൽക്കുന്ന ബൈസ്റ്റാൻഡറും പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ ടീച്ചിങ് എന്താണെന്ന്? ഓക്കെ ആണോ? യെസ്. കുട്ടികളുടെ റെസ്പോൺസ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എടുത്തു പോകുന്നത് വെറുതെ ആകരുതല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ. അപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും, എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ ക്ലിയർ ആണോ, മനസ്സിലായോ, എങ്കിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം, റിസർച്ച്. എന്താ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് മീനിങ് എന്താ? റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ പഠിക്കുമ്പോഴും ഡിഗ്രി ഒക്കെ കണ്ടിട്ടാണെങ്കിലും പ്രൊജക്റ്റും റിസർച്ചും അല്ലേ, ഗവേഷണം അല്ലേ. ഇവിടെ എന്തായിരിക്കും ഒരു ഗവേഷണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എന്താ ഗവേഷണം നടക്കുന്നത്? മെഡിസിൻസിനെ കുറിച്ച്. ഓക്കെ, മെഡിസിൻസിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഇവിടെ റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമുക്കറിയാം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. പുതിയ അസുഖങ്ങൾ, ഇപ്പോ പുതിയ വൈറസുകളൊക്കെ കണ്ടുപിടിക്കുകയാണ് അല്ലെ. രോഗത്തെ പറ്റിയുള്ള ഗവേഷണമാണ്. പുതിയ അസുഖങ്ങൾ, ഇപ്പൊ കോവിഡ്, നിപ്പ അല്ലെ, എന്തൊക്കെയാണ് പുതിയ വൈറസുകളും അതുമായിട്ടുള്ള പുതിയ രോഗങ്ങളാണ് അല്ലെ. നമ്മള് എന്താണ് പറയാ ടെക്നോളജി മാറുന്നതനുസരിച്ച് പുതിയ അസുഖങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഇപ്പൊ റയർ ആയിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ പുതിയ അസുഖങ്ങളൊക്കെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ അതിനെ കുറിച്ച് ഇപ്പൊ അതിന്റെ ഉറവിടം കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ഏത് വൈറസിൽ നിന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരു പുതിയ റയർ ആയിട്ടുള്ള ഒരു അസുഖങ്ങളൊക്കെ വരുമ്പോൾ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തിയാണ്, റിസർച്ചുകൾ നടത്തും. എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇത് എന്താ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണോ, അല്ലെങ്കിൽ ഇത് എന്തിന്റെ വൈറസ് മൂലമാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ആ പേഷ്യൻസിന് എത്തിയത്. നിങ്ങൾ ഓർക്കണില്ലേ കോവിഡ് ടൈമിൽ ഓർക്കണില്ല എല്ലാവരും, ഒരാൾക്ക് കോവിഡ് വരുമ്പോൾ അതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ഒരു മാപ്പൊക്കെ ആയിട്ട് ഓർക്കണില്ല എല്ലാവരും. ഓക്കെ,
അപ്പൊ അതിന്റെ ഉറവിടം കണ്ടെത്തി. സമ്പർക്കം മൂലം എങ്ങനെ സമ്പർക്കം വന്നു, ആരിൽ നിന്നും വന്നു, റൂട്ട് മാപ്പ് അല്ലെ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലെ. അപ്പൊ അത് വളരെ ഓർക്കാൻ സുഖമുള്ള ഒരു കാലഘട്ടമായിരുന്നോ? അല്ല അല്ലെ. വളരെ എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇരുന്ന കാലഘട്ടമായിരുന്നു അല്ലെ. അപ്പോ ഇന്നും കോവിഡ് എന്താ പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, കോവിഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. കേരളത്തിലായാലും അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പുതിയ പുതിയ അസുഖങ്ങൾ അല്ലെ, പുതിയ പുതിയ രോഗങ്ങൾ റയറായിട്ട് വരുന്നത്. ഇപ്പൊ റയറായിട്ടല്ലോ, സമ്പർക്കമായിട്ടല്ലേ വരുന്നത്. സോ അങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, റിസർച്ച് നടത്തുകയാണ്, പഠനങ്ങൾ നടത്തി അതിനുള്ള മെഡിസിൻസുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. റെൻഡർ എന്ന റെൻഡർ മീനിങ് കേട്ടിട്ടുണ്ടോ? വേർഡ് റെൻഡർ. റെൻഡർ മീനിങ് റെഡിയില്ല. റെൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, നൽകുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് കേട്ടോ. റെൻഡർ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. ഒരു നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് കെയറും ഒരു നഴ്സുമാരുടെ പരിചരണവും അതോടൊപ്പം തന്നെ മെഡിക്കൽ കെയർ, രോഗിക്ക് മെഡിസിൻസ് കൊടുക്കുക, ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ളൊരു മെഡിക്കൽ കെയർ പേഷ്യൻസിന് നൽകുക. നൽകാറില്ലേ? വാർഡിൽ അഡ്മിറ്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ലഭിക്കാറുണ്ടോ? ഉണ്ടോ? മെഡിസിൻസ് കൃത്യസമയത്ത് നമുക്ക് തരും അല്ലെ. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ കൃത്യസമയത്ത് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു നമുക്ക് കെയർ കൊടുക്കുക, നൽകുക പേഷ്യൻസിന്. ലാസ്റ്റ് വൺ, പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. എസെൻഷ്യൽ ഡ്രഗ്സ്, ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ കൊടുക്കുക. ആൻഡ് ഓൾ അതർ സ്റ്റോർ റിക്വയർമെന്റ്സ് ഫോർ പേഷ്യൻസ് കെയർ ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. അപ്പൊ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതർ സ്റ്റോർസ്, മറ്റ് ബിലോങ്ങിങ്സ്, മറ്റ് വസ്തുക്കൾ എന്തൊക്കെയാണോ വേണ്ടത് അതിന് ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ, റിക്വയർമെന്റ്സ്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മെഡിസിൻസുകളും വസ്തുക്കളും ഒരു ഓർഗനൈസ്ഡ് മാനറിൽ അല്ലെ, ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗനൈസ്ഡ് മാനറിൽ പേഷ്യൻസിന് കൊടുക്കുക. എക്യുപ്മെന്റ്സ് കൊടുക്കുക, മെഡിസിൻസ് കൊടുക്കുക, മറ്റ് ബിലോങ്ങിങ്സ്, മറ്റ് വസ്തുക്കൾ. പേഷ്യൻസിന് എന്തെങ്കിലും വസ്തുക്കളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിലൊക്കെ കൊടുക്കുക. അതൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മാനറിൽ വേണം പേഷ്യൻസിന് നൽകുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് തുടങ്ങി പോയിന്റ്സ് ഒന്ന് വായിക്കാം. പോയിന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു പോകാം കേട്ടോ. പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളേ. സോ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് 5 പോയിന്റ്സ് ആണുള്ളെങ്കിൽ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഒരു മൊത്തം പഠിക്കണമെന്ന് ഞാൻ പറയണില്ല മുഴുവനായിട്ട്, കാരണം എല്ലാവർക്കും ഒരുപോലെ അത് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും എല്ലാവരുടെ ലെവൽ ഒരുപോലെയാണോ? അങ്ങനെയല്ല അല്ലെ. അപ്പോ നമ്മൾ മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ദെൻ ഓരോ ക്ലാസ്സുകളും അതാത് ദിവസം തന്നെ, ഇപ്പൊ ഇന്ന് ക്ലാസ് എടുത്താൽ മാക്സിമം പറ്റുന്ന പോലെ, എല്ലാവരുടെയും സിറ്റുവേഷൻസ് പലതായിരിക്കും എനിക്കറിയാം, എങ്കിലും പറ്റുന്ന പോലെ നമ്മൾ അതാത് എടുക്കുന്ന ക്ലാസ്സുകൾ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ് തുടങ്ങി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താ, എല്ലാം കൂടി ലാസ്റ്റ് നിമിഷത്തേക്ക് റിവിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വെക്കും ഇല്ലേ, വെക്കാറില്ലേ? ഇതൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ആണോ? ഡെയിലി നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടോ ക്ലാസ്സുകള്? ഒരു റെസ്പോൺസിബിലിറ്റി ആരും ചോദിച്ചപ്പോ ഡെയിലി പഠിക്കുന്നുണ്ടോ? കുറച്ചു പേര് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, നല്ല കാര്യം കേട്ടോ. എല്ലാവരുടെ സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല, എങ്കിലും മാക്സിമം നമ്മളൊരു കോഴ്സ് എന്തായാലും പഠിക്കുന്നുണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് എന്തായാലും ലഭിക്കും കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് ടീച്ചർ മോട്ടിവേഷൻ പോലെയൊക്കെ പറയാം. ഓക്കെ, എനിക്ക് അങ്ങനെയാ, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ എപ്പോഴും സ്റ്റുഡൻസിനോട് ഒരുപാടൊന്നും മോട്ടിവേറ്റ് ചെയ്യാറില്ല, എങ്കിലും കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ നമ്മളൊരു എന്താ പറയാ, ഒരു സ്കഫോൾഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുള്ളൂ. ആണോ? നമുക്ക് പറയില്ലേ, എന്താ പറയാ, ഒരാൾ നമ്മൾ തുടങ്ങിയത് നമുക്ക് തള്ളി പഠിക്ക് ചെയ്യൂ അല്ലെങ്കിൽ പഠിക്കൂ എഴുതൂ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇടയ്ക്ക് ക്ലാസ്സിന്റെ ഇടയിൽ ഒരുപാട് സമയം അതിനുവേണ്ടി നമുക്ക് വരാനൊന്നും പറ്റില്ല, ചെറിയ ചെറിയ മോട്ടിവേഷൻസ് ഒക്കെ തരാം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് തിരിച്ചു വരാം. ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? പോയിന്റ്സ് നോക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്,
promoting health, teaching, research, render professional nursing and medical care to patients. Then provide necessary equipments, essential drugs, and all other stored requirements for patient care in an organized manner. Okay, clear ആണോ purpose? Okay. Then ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങള് ഡെഫിനിഷനും വായിക്കണം, പർപ്പസും വായിക്കണം. ഓക്കെ, ഡെഫിനിഷൻ അണ്ടർലൈൻ നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ ആരെങ്കിലും അണ്ടർലൈൻ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം, വായിച്ചു നോക്കാം കേട്ടോ. ഡെഫിനിഷനും വായിക്കാം, പർപ്പസും വായിക്കാം. വായിക്കാൻ പറയുമ്പോൾ മനസ്സിരുത്തി ഒന്ന് വായിക്കണേ. വായിക്കുന്നത് നമ്മുടെ മനസ്സിൽ കയറണം. ഓക്കെ, വായിച്ചു നോക്കാം. മിസ്സിന്റെ പേര് പറഞ്ഞത് കേട്ടില്ല. അതിന്റെ പേര് ട്രീസ. ഓക്കെ, TREESA. ഓക്കെ, ലേറ്റായിട്ടാണോ വന്നത്? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡെഫിനിഷനും പർപ്പസും. റേഞ്ച് പോയി. ഓക്കെ, മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. വായിക്കുമ്പോ തന്നെ മാക്സിമം പഠിച്ചു പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പഠിച്ചുകൂടി പോയിന്റ് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ അത് ഈസി ആവും. 5th പോയിന്റ് ആണോ? റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ. നിങ്ങൾക്ക് ചിലപ്പോൾ കടുകട്ടിയുള്ള വേർഡ്സ് ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ ആണ് കേട്ടോ, അത് വളച്ചൊടിച്ച് തന്നിരിക്കുന്നത് മാത്രം. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ്, അതായത് റെൻഡർ മീൻസ് നൽകുക എന്നുള്ളൊരു അർത്ഥമാണ്. നഴ്സിംഗ് കെയർ, രോഗിക്ക് നഴ്സിംഗിന്റെ നല്ലൊരു കെയർ കൊടുക്കുക, അതുപോലെ തന്നെ മെഡിക്കൽ കെയർ കൊടുക്കുക, നല്ലൊരു പരിചരണം, രോഗി പരിചരണം കൊടുക്കാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു കെയർ, മെഡിസിൻസ് കൊടുക്കാനോ ഫിസിഷ്യനും അങ്ങനെയുള്ള ഒരു പരിചരണം, നല്ല രീതിയിൽ പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക. ഇപ്പൊ ഒരു പേഷ്യൻസിന് എക്യുപ്മെന്റ്സുകൾക്ക് ആവശ്യമുണ്ടാകും അല്ലേ? ഇപ്പോ ബുദ്ധിമുട്ട് നടക്കാനാണെങ്കിൽ വീൽ ചെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾ ആണ് കേട്ടോ വീൽ ചെയർ കൊടുക്കുക. ഞാൻ അതോടൊപ്പം മറ്റും എന്തെങ്കിലും അതുപോലെ തന്നെ എസെൻഷ്യൽ ഡ്രഗ്സ്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ കൊടുക്കുക, എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക. ദെൻ അതർ സ്റ്റോർസ് മീൻസ് മറ്റു വസ്തുക്കൾ, ഇപ്പോ എന്തെങ്കിലും വസ്തുക്കൾ കൂടുതലായിട്ട് വേണമെങ്കിൽ ആ വസ്തുക്കൾ കൊടുക്കുക. ദെൻ ഒരു ഓർഗനൈസ്ഡ് മാനറിൽ എല്ലാ ഒരു സ്ട്രക്ചറിൽ ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്തു, റൂമിലേക്ക് വരുമ്പോൾ തന്നെ പുതിയ ബെഡ്ഷീറ്റ്, പില്ലോ കവർ അല്ലെ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കള് റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ടാകും. എല്ലാം ഒരു ഓർഗനൈസ്ഡ് ഒരു സ്ട്രക്ചറിലായിരിക്കും. അങ്ങനെയുള്ള വസ്തുക്കള് എക്യുപ്മെന്റ്സ് കൊടുക്കുക, മെഡിസിൻസ് കൊടുക്കുക, മറ്റ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ, അത്രയാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. സിമ്പിൾ ആണ്. ഈ ചില പോയിന്റ്സുകളെ വളച്ചൊടിച്ച് ഒത്തിരി കടകെട്ടി വേർഡ്സ് ഒക്കെ തന്നിരിക്കുന്നുണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. വളരെ എളുപ്പമാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാ പോയിന്റ്സും ഓക്കെയാണോ? ഓക്കെ, വായിച്ചു എല്ലാവരും? വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ വായിച്ച്? ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ ഡെഫിനിഷൻ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാലോ. നെക്സ്റ്റ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അടുത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് ഇന്ന് തന്നെ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചെടുക്കാം. കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ് സ്പേസ്. ഓക്കെ, ഒരു വാർഡില് 3 ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു വാർഡ് സ്പേസിൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം അല്ലെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വാർഡില് ഫാക്ടേഴ്സ് ഓഫ് വാർഡ് സ്പേസ്. ഒരു വാർഡ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, എന്തൊക്കെയാണ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ബുക്കില് എല്ലാവരും സൈഡില് കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ് സ്പേസ് എന്നുള്ളതിന്റെ സൈഡില് PNC എന്നൊന്ന് എഴുതി വെക്കാം. ഓക്കെ, PNC എഴുതി എല്ലാവരും? ഒരു പേനയോ പെൻസിലോ കയ്യിൽ പിടിക്കാട്ടോ എപ്പോഴും. ഓക്കെ, എന്താണ് PNC? PNC എഴുതി വെച്ചുള്ളവരും PNC ഫാക്ടേഴ്സ് ഓഫ് ഓർ
കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ് സ്പേസ് ആണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? PNC. ഇത് PSC ഒക്കെ പഠിക്കുമ്പോൾ കോഡ് വെച്ചൊക്കെ പഠിക്കില്ലേ, പഠിക്കാറില്ലേ? എളുപ്പം മറന്നുമായിട്ട് വയ്ക്കാൻ വേണ്ടി കോഡ് വെക്കുമല്ലോ, അതുപോലെ ചെറിയൊരു കോഡായിട്ട് നമുക്ക് പഠിക്കാം. P എന്ന് പറയുന്നത് എന്താണ്? P patient spacer. Okay. N nursing spacer. Then C corridors. പഠിച്ചോ? P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഷ്യന്റ് ആണ്, പേഷ്യന്റിന്റെ ഒരു സ്പേസ് ഉണ്ട്. Then N nursing spacer, നഴ്സസിനായിട്ടുള്ള ഒരു സ്പേസ്. Then ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു കോറിഡോർസ്. എന്താ കോറിഡോർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോറിഡോർ എന്ന് പറയുന്നത് നമ്മള് എന്താ മലയാളത്തിൽ പറയാ? കോറിഡോർ ഒരു ഇടനാഴി, ഒരു ഇടവഴി അല്ലേ? അതായത് പേഷ്യന്റ് സ്പേസിനും നഴ്സിംഗ് സ്പേസിനും ഇടയിലുള്ള ഒരു പാസേജ് അല്ലേ? സോ അപ്പോ വാർഡിലെ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ് ഓർ ഫാക്ടേഴ്സ് ഓഫ് വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PNC. PNC നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോകും. നമ്മൾ PNC വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഏത് ഉറക്കത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് വാർഡ് സ്പേസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റണം PNC. P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഷ്യന്റ് ആണ്, പേഷ്യന്റ് സ്പേസ്. എന്ന് പറയുന്നത് നഴ്സിംഗ് സ്പേസ്. Then C corridors. ഓക്കെ, ഒരു 3 times ഒന്ന് വായിച്ചു നോക്കി. 3 times ആ 3 ഫാക്ടറും ഒന്ന് വായിക്കാം. PNC എന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, പഠിച്ചില്ലേ എല്ലാവരും? പഠിച്ചോ PNC? ഓക്കെ ആണോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, എപ്പോ ചോദിച്ചാലും നമുക്ക് PNC എന്ന് ഒരു ആൻസർ കിട്ടിയിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ബാച്ചിൽ എല്ലാവർക്കും ഞാൻ PNC എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ചിലർക്ക് അത് ഒട്ടും തലയിൽ കയറില്ല അല്ലെ? ചിലർ മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ടാവും, ചിലവർ ഇങ്ങനെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അങ്ങനെയും ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും PNC ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ മറന്നു പോകില്ല. P എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് ആണ്. N എന്ന് പറഞ്ഞാല് നഴ്സിംഗ് സ്പേസ് ആണ്. Then C means corridors. ഓക്കെ, അത് മൂന്നും നമുക്ക് പഠിക്കാനുള്ളൂ, ഇമ്പോർട്ടന്റ് ആണ്. Then next അടുത്ത ഭാഗത്തോട്ട് വരാം. ടൈപ്സ് ഓഫ് വാർഡ് അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് വാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല അല്ലെ? കുറച്ചും കൂടി അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കും ഡിഫറെന്റ് ടൈപ്പ് വാർഡ്സ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കാറില്ല? ആരും ഹോസ്പിറ്റലിലൊന്നും പോവാറില്ല. നോക്കാം. ടൈപ്സ് ഓഫ് വാർഡിലെ പ്രധാനമായിട്ട് പറയുന്നത് ജനറൽ വാർഡ്സ്, സ്പെഷ്യലൈസ്ഡ് വാർഡ്. ഓക്കെ, ജനറൽ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു വാർഡാണ്. അവിടെ എല്ലാ തരത്തിലുള്ള പേഷ്യൻസുകളും ഉണ്ടാകും. തന്നെയുള്ളവരുണ്ടാകാം, ചുരുള്ളവരുണ്ടാകാം അല്ലെ? ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജനറൽ ആയിട്ടുള്ള ഒരു വാർഡാണ്. പൊതുവെ വരുന്ന നോർമൽ കേസസുകളൊക്കെയാണ് നമ്മൾ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, വലിയ ഡെവലപ്മെന്റ് ഒന്നുമില്ല, അധികം ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നോർമലി അവിടെ ഒരു ജനറൽ വാർഡ്സ് മാത്രം ഉണ്ടാകാനാണ് സാധ്യത ഇല്ലേ? കുറച്ചും കൂടി അത്യാവശ്യം ഡോക്ടേഴ്സും അല്ലെങ്കിൽ എന്താ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഉണ്ടാകും. ഉണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ? സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാർഡുകളൊക്കെ ഉണ്ടാകും ഇല്ലേ? വാർഡാണ് ഞാൻ ചോദിച്ചത്. ICU വാർഡ്സ്. ഓക്കെ, അല്ലാതെ വാർഡ് ഇപ്പോ നമ്മൾ കുട്ടികളുടെ മാത്രം വാർഡുകളൊക്കെ ഉണ്ടാകും ഹോസ്പിറ്റലിൽ ഇല്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പീഡിയാട്രിക് വാർഡ് ഉണ്ടാകും ഇല്ലേ? യെസ്. ദെൻ നമുക്ക് കുറച്ച് സ്പെഷ്യലൈസ്ഡ് വാർഡുകളുടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടേ, നോക്കാം. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ് ഇല്ലേ? എക്സ്പെഷ്യലി ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ് ഗൈനക്കും മെറ്റേണിറ്റി വാർഡും? എസ്പെഷ്യലി ഫോർ വുമൻസ് അല്ലെ? വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് മെറ്റേണിറ്റി വാർഡും ഗൈനക്കും. ഗൈനക്ക് അറിയാലോ, ഡെലിവറി അങ്ങനെയുള്ള കേസസുകളാണ് മെറ്റേണിറ്റി വാർഡുകൾ. ഓക്കെ, കാർഡിയോ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഓരോ
സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയാത്തവരും ഉണ്ടാകാം. ഓക്കെ, സോ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് വാർഡാണ് ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള വാർഡാണ്. ഡെലിവറി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി അത് ഗൈനികപരമായിട്ടുള്ള അസുഖങ്ങൾ മൂലമുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുന്നത്. വേറെ മറ്റ് അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒന്നും ആ വാർഡിൽ ഉണ്ടായിട്ടില്ല. ഡെലിവറി കഴിഞ്ഞവരും ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗൈനക്ക് സംബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങളുള്ള വുമൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗൈനക്ക് അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ഓങ്കോളജി. എന്താ ഓങ്കോളജി? ക്യാൻസർ അല്ലെ. ഇപ്പൊ നിങ്ങൾ ഓങ്കോളജിയുടെ സൈഡില് ഒന്ന് ബ്രാക്കറ്റില് ക്യാൻസർ എന്ന് എഴുതിക്കോളൂ. ക്യാൻസർ വാർഡ് എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അറിയാവുന്നവരുണ്ടാകാം, എങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓങ്കോളജി എന്നുള്ള പോയിന്റിന്റെ അവിടെ ബ്രാക്കറ്റിൽ ക്യാൻസർ എന്ന് എഴുതി വെക്കാം. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള വാർഡാണ് ഓങ്കോളജി. എഴുതിയോ? ഓക്കെ, അവിടെ മെഡിസിനും ഇത് സർജറിയും എഴുതിയിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ക്യാൻസർ വന്നിട്ട് ചില പേഷ്യൻസ് സർജറി കഴിഞ്ഞിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ നോർമൽ മെഡിസിൻ മാത്രം ചെയ്യുന്നവരുണ്ടാകാം. സോ രണ്ടുപേരും ഓങ്കോളജി വാർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഓങ്കോളജി വാർഡിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നവർ മാത്രമായിരിക്കും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകാം. മെഡിസിൻസ് മാത്രം കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസ്. മൂന്നാമതായിട്ട് പറയുന്ന സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഫ്രോളജി ഓർ ഡയാലിസിസ്. നെഫ്രോളജി ഓർ ഡയാലിസിസ്. അത് കഴിഞ്ഞിട്ട് കാർഡിയോളജി കിടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റിൽ ഒരു കോമെന്റ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരുമിച്ചാണോ കിടക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ നെഫ്രോളജി ഡയാലിസിസ് അത് കഴിഞ്ഞിട്ട് കാർഡിയോളജി ഒരുമിച്ചാണോ എഴുതിയിരിക്കുന്നത്? കോമെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, കോമന്റ് ഇല്ല, ഒരുമിച്ചാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. നെഫ്രോളജി ഡയാലിസിസ്. എന്താണ് നെഫ്രോളജിയും ഡയാലിസിസും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നി ഏ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് നമ്മള് നെഫ്രോളജി ഡയാലിസിസ് ആ ഒരു സെക്ഷനിൽ വരുന്ന പേഷ്യൻസ്. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസും മറ്റും വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒക്കെയാണ് ഈ നെഫ്രോളജി ആ ഒരു സെക്ഷനിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കാർഡിയോളജി. എന്താ കാർഡിയോളജി? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും കാർഡിയോളജിയിൽ വരുന്നത്? ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരായിരിക്കും. ആൻഡ് CTVS. എന്താ CTVS? ഫുൾ ഫോം അറിയോ? CTVS അതെ, കമന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർഡിയോ തൊറാസിക് വെസിക്കുലാർ സർജറി. കാർഡിയോ തൊറാസിക് എഴുതി വെക്കുക കേട്ടോ. ഒന്ന് സൈഡിൽ തന്നെ ഒന്ന് എഴുതി വെക്കുക. കാർഡിയോ തൊറാസിക് വെസിക്കുലാർ സർജറി. കാർഡിയോ തൊറാസിക് വെസിക്കുലാർ സർജറി ടൈപ്പ് ചെയ്യണോ? ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എഴുതിയോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരോ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഴുതി എല്ലാവരും? ഞാൻ ടൈപ്പ് ചെയ്യണോ? എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണോ? എഴുതി. ഓക്കെ ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. CTVS അവിടെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. CTVS ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് പഠിക്കാവുന്ന ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് ഓരോ എന്താ പറയാ ഫുൾ ഫോമുകൾ ഉണ്ടല്ലോ. ഈ ഫുൾ ഫോമുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ മാത്രമല്ല, ഏത് ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു പോയിട്ടുള്ള ചാപ്റ്ററുകളിലൊക്കെ ഒത്തിരി ഫുൾ ഫോംസ് ഒക്കെ ഉണ്ടാകും അല്ലെ. അതൊക്കെ മാക്സിമം പഠിച്ചു വെക്കണം കേട്ടോ. കാരണം എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ പഠിച്ചു വെക്കുക കൂടുതൽ. ഓക്കെ, അപ്പൊ CTVS കാർഡിയോ തൊറാസിക് വെസിക്കുലാർ സർജറി. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ ഈ CTVS ഉൾപ്പെടുന്ന സർജറിയിൽ? എക്സാമ്പിൾ ഏതൊക്കെയാണ് CTVS? ഈ ഹോൾ ഓക്കെ, കുറച്ചുകൂടി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയായിരിക്കും സർജറി?
ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സർജറി ഏതാണ്? CTVS ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സർജറി. ബൈപ്പാസ് സർജറി കേട്ടിട്ടുണ്ടോ? ബൈപ്പാസ്. യെസ്. CTVS നമുക്ക് ഏറ്റവും കൂടുതൽ പറയാവുന്ന സർജറിയിലെ എക്സാമ്പിൾ ആണ് ബൈപ്പാസ് സർജറി. അതുപോലെ നമ്മൾ ഹൃദയത്തിന്റെ വാൽവ് മാറ്റി ശസ്ത്രക്രിയ അതൊക്കെ കേട്ടിട്ടുണ്ടോ? വാൽവ് മാറ്റിവെക്കല് അങ്ങനെയുള്ള ശസ്ത്രക്രിയകളൊക്കെയാണ് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി പറയാം. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. CTVS, കാർഡിയോ thoracic വെസിക്കുലർ സർജറി. ഓക്കെ, ഫുൾ ഫോം എഴുതിയല്ലോ. എക്സാമ്പിൾ ഒന്നും എഴുതണ്ട, കുഴപ്പമില്ല. ഫുൾ ഫോം എഴുതി വെക്കണോ ടെമ്പായി. ഓക്കെ, ഫുൾ ഫോം ഫസ്റ്റ് ആയിട്ട് എഴുതാം. എക്സാമ്പിൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാലോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ഒക്കെയാണല്ലോ. ഓക്കെ, ഫുൾ ഫോം മസ്റ്റ് ആയിട്ട് എഴുതാം, പഠിക്കാം. നെക്സ്റ്റ് വൺ ന്യൂറോളജി. ന്യൂറോളജി, ന്യൂറോ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ന്യൂറോ നെർവ് സിസ്റ്റം അല്ലെ, നമ്മുടെ നാഡീ സിസ്റ്റങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഞരമ്പ് നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വരുന്ന പേഷ്യൻസ് ആണ്. അതും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകാം. അതോടൊപ്പം തന്നെ എന്താണ്, മെഡിസിൻസ് കഴിക്കുന്നവരും ഉണ്ടാകും. ഓക്കെ, ലാസ്റ്റ് വൺ ഒഫ്താൽമോളജി ഈസ് റിലേറ്റഡ് ടു ഒഫ്താൽമോളജി റിലേറ്റഡ് ടു ഐ. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക കേട്ടോ. ഐ എന്ന് എഴുതി വെക്കുക ബ്രാക്കറ്റില്. എല്ലാവർക്കും അറിയാം എങ്കിലും എഴുതി വെച്ചോളൂ. എഴുതി നോക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഐ. ഓക്കെ, നമ്മളുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ചിന്തനത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കണ്ണിന് പറ്റിയ പരിക്കുകളോ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് നമ്മൾ ഒഫ്താൽമോളജി വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് വാർഡ്സിൽ നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ ജനറൽ വാർഡ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉണ്ടാകും. ജനറൽ വാർഡ്സിൽ പൊതുവെ നോർമൽ കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളുള്ള പേഷ്യൻസും ജനറൽ വാർഡ്സിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ദെൻ സ്പെഷ്യലൈസ്ഡ് വാർഡ്, നോർമലി നമ്മൾ ഹോസ്പിറ്റലുകളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് വാർഡുകളാണ് ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്, എസ്പെഷ്യലി ഫോർ നമ്മൾ പറഞ്ഞു. ദെൻ സെക്കൻഡ് വൺ ഓങ്കോളജി, ക്യാൻസർ സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ വാർഡ് എന്ന് പറയാം അല്ലേ. അവിടെയും സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാകും, മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, ഓങ്കോളജി. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന സ്പെഷ്യൽ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഫ്രോളജി, ഡയാലിസിസ് അല്ലേ. നമുക്കറിയാം കിഡ്നി സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെയാണ് ആ ഒരു വാർഡിലുള്ളത്. ദെൻ കാർഡിയോളജി, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന പേഷ്യൻസ് ആണ് കാർഡിയോളജി. ദെൻ CTVS, കാർഡിയോ thoracic വെസിക്കുലർ സർജറി, ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ബൈപ്പാസ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, വാൽവ് ശസ്ത്രക്രിയ തുടങ്ങിയവ. ദെൻ ന്യൂറോളജി, നെർവ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യൂഹത്തേക്ക് സംബന്ധിക്കുന്ന എന്തെങ്കിലും സർജറി കഴിഞ്ഞുള്ള പേഷ്യൻസ് ആകാം, അല്ലെങ്കിൽ മെഡിസിൻസ് ചെയ്യുന്ന പേഷ്യൻസുകളാണ്. ദെൻ ലാസ്റ്റ് വൺ ഒഫ്താൽമോളജി, നമ്മളുടെ നേത്ര സംബന്ധമായ നേത്ര വിഭാഗമാണ്. ഇപ്പൊ നമ്മളുടെ നേത്ര സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും ഒഫ്താൽമോളജിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് വാർഡ് ഓക്കെ ആണോ? അപ്പോ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PNC ആണ്. പേഷ്യൻ സ്പേസ്, നഴ്സിംഗ്, ദെൻ കോറിഡോർസ്. ഓക്കെ, അവിടെ മുതൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കണേ, മനസ്സിരുത്തി വായിക്കണം. കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് വാർഡ് സ്പേസ് തുടങ്ങി നമ്മൾ വാർഡ്സ് എക്സാമ്പിൾ പറഞ്ഞല്ലോ, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ്, അവിടെ വരെ ഒരു പ്രാവശ്യം വായിക്കാം. വായിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും മനസ്സിലാവാത്ത ചോദിക്കാം. ഓക്കെ,
ഓക്കെ, വായിച്ചു കഴിഞ്ഞില്ല എല്ലാവരും? ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? എടുത്തത്രയും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കുഞ്ഞു സെക്ഷനും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. ചെറിയൊരു ഭാഗം കൂടി എടുത്തിട്ട് നമുക്ക് ക്ലാസ് കഴിയാറായിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല. ദെൻ നോക്കാം. മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ്. അല്ലേ, ഒരു വാർഡിലെ മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ 4 കോമ്പോണൻസ് ആണ് നമുക്ക് ഒരു വാർഡിനുള്ളത്. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ് 3 ഓക്കെ, മാറിപ്പോകരുതും. PNC എന്നുള്ളത് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. രണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് 3. ഓക്കെ, PNC. നമ്മൾ പറയുന്നത് കോമ്പോണൻസ് എന്തൊക്കെയാണ്? മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ആണ് ഒരു വാർഡിനുള്ളത്. ഫസ്റ്റ്ലി നമുക്ക് ആ പേരുകളൊന്ന് പഠിക്കാം. നോക്കാം. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ, സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ. ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, പഠിച്ചോ നിങ്ങൾ നേരത്തെ? ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി, ടെക്സ്റ്റ് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് വേണോ? ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ആൻഡ് സാനിറ്ററി ഏരിയ. അല്ലേ, നോക്കാം. ക്ലിനിക്കൽ, ദെൻ ഓക്സിലറി. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലിനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ക്ലിനിക്കൽ, അല്ലെ? ആണോ? ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ചികിത്സ എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ചികിത്സാപരമായിട്ടുള്ളൊരു ഏരിയ, അല്ലെ? ഒരു പേഷ്യൻസിന്റെ ചികിത്സാപരമായിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത്? ക്ലിനിക്കൽ ഏരിയ. സെക്കൻഡ് വൺ ഓക്സിലറി. ഈ വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ഓക്സിലറി ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയെങ്കിലും ഓക്സിലറി പഠിച്ചിട്ടുണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഓക്സിലറി ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്സിലറി എന്താ? ഇംഗ്ലീഷിൽ നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? എന്താ ഓക്സിലറി വെർബ്? സപ്പോർട്ട്, സഹായക ക്രിയ എന്ന് പറയും നമ്മള് മലയാളത്തിൽ, അല്ലെ? ഹെൽപ്പിംഗ് വെർബ്. സോ ഇവിടെ ഓക്സിലറി ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ക്ലിനിക്കൽ ഏരിയ. ചികിത്സാപരമായിട്ടുള്ള ക്ലിനിക്കൽ ഏരിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഏരിയ ആണ് ഓക്സിലറി ഏരിയ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിനിക്കൽ ഏരിയ ആണ് ഫസ്റ്റത്തെ ഏരിയ എന്ന് പറയുന്നത്, ചികിത്സാപരമായിട്ടുള്ള ഏരിയ. ദെൻ സെക്കൻഡ് ആണ് ഓക്സിലറി ഏരിയ, ഹെൽപ്പിംഗ് വെർബ്. ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇവിടെ ഓക്സിലറി സഹായക ഏരിയ. ഈ ക്ലിനിക്കൽ ഏരിയയുടെ ഒരു സഹായകപരമായിട്ടുള്ള ഏരിയ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ. ദെൻ മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ആൻസിലറി ഏരിയ. എന്താ ആൻസിലറി മീൻസ്? ആൻസിലറി മീനിങ് എന്താ? കേട്ടിട്ടുണ്ടോ? ഓക്സിലറിയുമായിട്ട് അനുബന്ധമുള്ളത് ഒരു കണക്ഷൻ പോലെ കിടക്കുകയാണ്. ഓക്കെ, ക്ലിനിക്കൽ ഏരിയ നമ്മൾ പറഞ്ഞു. ക്ലിനിക്കൽ ഏരിയയുടെ ഹെൽപ്പിംഗ് ഏരിയ ആണ് എന്ത്? ഓക്സിലറി. ഓക്സിലറിയുടെ ഒരു സഹായക ക്രിയ അല്ലെങ്കിൽ ഒരു ഓക്സിലറിയുമായിട്ട് അനുബന്ധമുള്ളതാണ് ആൻസിലറി ഏരിയ എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാനിറ്ററി ഏരിയ. സാനിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാനിറ്ററി ഏരിയ, അതായത് ടോയ്ലറ്റ്സും അങ്ങനെയുള്ള സാനിറ്ററി ആയിട്ടുള്ള ഒരു ഏരിയ. ബാക്ക് സൈഡ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോ മെയിൻ വേസ്റ്റുകളും മറ്റിടുന്ന വളരെ ഡേർട്ടി ആയിട്ടുള്ള പ്ലേസസ്. അപ്പം നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് വാർഡിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത് 4 കോമ്പോണൻസ് ആണ്. ക്ലിനിക്കൽ ഏരിയ ചികിത്സാപരമായിട്ടുള്ള ഏരിയ ആണ്. ദെൻ ഓക്സിലറി, അതുമായിട്ട് ക്ലിനിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. Then ancillary area, then last one sanitary area. Okay, ഈ 4 പേരുകളും കോമ്പോണൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു 3 പ്രാവശ്യം വായിക്കാം. ഏരിയകൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കാം. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഏരിയയിലും എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അത് കുറച്ച് ഓരോ ഏരിയയിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ പേരുകൾ മാത്രം ഒന്ന് നോക്കാം കേട്ടോ. ദെൻ ആ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരില്ല, ടൈം അത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വരും. നമ്മളുടെ അവർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ 4 പേരുകൾ മാത്രം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കോമ്പോണൻസ്
ഓക്കെ, വായിച്ചു എല്ലാവരും. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി, ദെൻ സാനിറ്ററി ഏരിയ. ഓക്കെ ആണോ? ഇതിന് ഓരോ ഏരിയയിലും വരുന്ന കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്, കാരണം അത് കംപ്ലീറ്റ് ആവില്ല. ദെൻ അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് ഹോസ്പിറ്റൽ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന്, അല്ലേ? ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാല് ഒത്തിരി ബെഡ്സ് ഉണ്ട്, മെനി പീപ്പിൾ ഉണ്ട്, സിമിലർ ട്രീറ്റ്മെന്റ് ആണ്. അവരുടെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, പർപ്പസ് ആണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് ഒരു വാർഡിന്റെ ഉദ്ദേശം? നമ്മൾ പറഞ്ഞു ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ടീച്ചിങ് കൊടുക്കുക സ്റ്റാഫിനും പേഷ്യൻസിനും, ദെൻ റിസർച്ച്, പുതിയ പുതിയ അസുഖങ്ങൾ വരുമ്പോൾ അതിന്റെ റിസർച്ച് നടത്തുക, ദെൻ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കുക, ദെൻ എക്യുപ്മെന്റ്സും മെഡിസിൻസും മറ്റും പ്രൊവൈഡ് ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്, PNC. നമ്മൾ ഇനി PNC എന്ന് പറയുള്ളൂ കേട്ടോ. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്. ദെൻ ടൈപ്സ് ഓഫ് വാർഡ്, ജനറൽ വാർഡും ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡും. അതിൽ സ്പെഷ്യലൈസ്ഡ് വാർഡുകളാണ് നമ്മൾ പഠിച്ചു. എന്താ? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ദെൻ CTVS നോക്കി, കാർഡിയോളജി, ദെൻ ന്യൂറോളജി, ദെൻ ലാസ്റ്റ് വൺ ഒപ്താൽമോളജി. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, ദെൻ സാനിറ്ററി ഏരിയ. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, ദെൻ നമ്മുടെ ക്ലാസ് ഏകദേശം കഴിയാൻ ടൈമായി. ഓക്കെ, ദെൻ എടുത്ത അത്രയും ഓക്കെ ആണോ എല്ലാവർക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. പഠിച്ചു. ഓക്കെ, ദെൻ എല്ലാവരുടെയും ഫസ്റ്റ് ക്ലാസ് ആണല്ലോ മിസ്സിന്റെ. അപ്പൊ എങ്ങനെയാ, ക്ലിയർ ആണോ? സ്പീഡ് ഓക്കെ ആണോ എല്ലാവർക്കും? നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ, റെസ്പോൺസ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ടും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങളോട് ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, Miss.